ഫ്രണ്ട്സ്, ഞാൻ രാജശ്രീ. ഏവർക്കും രാജീസ്കറിലാബിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ബിരിയാണി റൈസ് ഉപയോഗിച്ചിട്ട് ഒരു പായസമാണ്. നമ്മുടെ പാലടയുടെയൊക്കെ ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ കുക്കറിൽ റെഡിയാക്കാൻ പറ്റിയൊരു പായസം. അതിനുവേണ്ടി ഞാൻ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ കഴുകി നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. ഒരു 200 ഗ്രാം കൈമ റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഞാൻ കുക്കറിലേക്ക് ഒരു 1.5 ഗ്ലാസ്, ഈ ഗ്ലാസ്സിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പാൽ അടുക്കി പിടിക്കില്ല. ആദ്യം വെള്ളം ഒഴിച്ചിട്ട് പാൽ ഒഴിക്കുകയാണെങ്കിൽ അടുക്കി പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമുക്ക് ആ വെള്ളം ഒന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് വേണം പാൽ ഒഴിച്ച് കൊടുക്കാൻ. വെള്ളം ചൂടായി വരട്ടെ. വെള്ളം നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ആ 1 ലിറ്റർ പാലിൽ ഒരു ചെറിയ ഗ്ലാസ് വെള്ളവും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. തിളച്ചതിന് ശേഷമാണ് ഞാൻ അരി ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിങ്ങനെ പിരിഞ്ഞ പോലെ ആയിപ്പോവും. അപ്പം നമുക്കൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് അരി ചേർത്ത് കൊടുക്കാം. തിളച്ച് വരട്ടെ. ഇവിടെ പാല് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാരയുടെ കൃത്യമായിട്ടുള്ള അളവ് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. ഇപ്പോൾ ഒരു 300 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. പാലിൻ്റെ മധുരം നോക്കി നമുക്കത് ചേർത്ത് കൊടുക്കാം. പാലിടയ്ക്ക് ഇളക്കി കൊടുക്കണോ കേട്ടോ, ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ. കുറച്ചും കൂടി ഞാൻ പഞ്ചസാര ഇടണം, മധുരം അത് പോരാന്ന് തോന്നുന്നു. മധുരാവശ്യത്തിനുണ്ട്, അളവ് ഞാൻ പറഞ്ഞുതരാം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഒന്നും കൂടി വെട്ടി തിളയ്ക്കുമ്പോൾ നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. പാലൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. പഞ്ചസാര ഇട്ടതിന് ശേഷം ഞാൻ അതിലേക്ക് അരി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാനൊരു 280 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുത്ത്. അപ്പോൾ നല്ല അത്യാവശ്യം മധുരം ഉണ്ട്. ഇതിലേക്ക് ഞാൻ അരി ചേർത്ത് കൊടുത്തു. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് കുക്കറിൻ്റെ വിസിലെടുത്ത് മാറ്റിയിട്ട് വെയിറ്റ് എടുത്ത് മാറ്റിയിട്ട് കുക്കറൊന്ന് അടച്ചു കൊടുക്കാം. തിളയ്ക്കുന്നുണ്ട്. ഞാൻ വെയിറ്റൊക്കെ മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ. നമുക്കതൊന്ന് അടച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി സ്റ്റീം വന്നതിന് ശേഷം നമുക്കത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. സ്റ്റീം വന്നിട്ടുണ്ട്. ഞാൻ വെയിറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം വേവിച്ചെടുക്കാം. അതെത്ര സമയമെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. ഞാൻ ഇപ്പം നമ്മുടെ പായസം സ്റ്റീം വന്നതിന് ശേഷം വെയിറ്റ് ഇട്ടിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി 20 മിനിറ്റ് വേവിച്ചെടുത്താണ് കേട്ടോ. അത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം അതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ട് ഇപ്പം അതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചെറുതായിട്ട് കളറൊക്കെ മാറി പാലടയുടെ പോലെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ചെറിയ പാക്കറ്റ് ബൂസ്റ്റ്, 5 രൂപയുടെയൊക്കെ പാക്കറ്റ് ബൂസ്റ്റ് ഇല്ലേ, അതൊന്ന് ചേർത്ത് കൊടുക്കുക ഈ പായസത്തിലേക്ക്. നല്ല ടേസ്റ്റും കിട്ടും, അതിന് നല്ല കളറും കിട്ടി പാലടയുടെയൊക്കെ. ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ചെറിയ ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ പായസം റെഡിയായി. 20 മിനിറ്റ് വേണ്ടി വന്നുള്ളൂ കേട്ടോ ഈ പായസം റെഡിയാക്കാനായിട്ട്. ശരിക്കും പാലടയുടെയൊക്കെ കളറും വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മളുടെ ബിരിയാണി റൈസ് കൊണ്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. ഇത് കാണുന്നത് പോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റാണ്. തനി പാലടയുടെ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന ബൂസ്റ്റ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ചേർത്താലാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ കുറച്ച് സമയം, 1/2 മണിക്കൂർ കൊണ്ട് നമുക്കൊരു പായസം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
അഭിപ്രായങ്ങൾ പറയണം. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു വെറൈറ്റി ഡിഷുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.